ഹലോ, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. ഇന്ന് നമ്മളൊരു പിക്നിക്കിൻ്റെ പ്ലാനിലാണ്. നമുക്ക് വന്നിട്ട് ക്വീൻസ്ലാൻഡ് എന്ന ചെന്നൈയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മൾ വെച്ചുണ്ടാക്കിയത് വന്നിട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി, അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി, പിന്നെ നമുക്ക് വന്നിട്ട് വൈറ്റ് റൈസ്. ഇത്രയാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടെ ഫുഡ് അകത്ത് തന്നെ കിട്ടും. എന്നാലും നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് പോകുമ്പോൾ നമുക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ച് കഴിക്കണത് നല്ല രസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെന്നൈ തരമണിയിലാണ് ഒരു വീട്ടിലാണ് പേയിങ് ഗസ്റ്റായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. പക്ഷേ ആദ്യം പോയപ്പോൾ പേയിങ് ഗസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഫാമിലിയിൽ അംഗം പോലെയാണ്. ഭയങ്കര ക്ലോസാണ്, നല്ല സ്നേഹമുള്ളവരാണ്. അവിടെ ഫാമിലി എന്ന് പറഞ്ഞാലും ഒരു 2-3 വീട് അടുത്തടുത്തിരിക്കും. പക്ഷേ വന്നിട്ട് എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഏകദേശം 10-30 പേരുണ്ടായിരുന്നു. സോ 10-30 പേരുണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. സോ അപ്പം നമ്മൾ അവർ വരുന്നുണ്ട്, എന്നെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ശരി, നമുക്ക് ഫാമിലി ആയിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളെല്ലാവരും പോയി. അവർ ഡയറക്റ്റായിട്ട് അങ്ങ് വരുന്നുണ്ട്. സോ അവർ തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചു. ആക്ച്വലി അവൾ പൂർണ്ണി, അവളുടെ പേരാണ് പൂർണ്ണി. എന്നെക്കാട്ടിലും ഇളയതാണ്, എന്നെക്കാട്ടിലും ഒരു 4-5 വയസ്സിന് ഇളയതാണ്. പക്ഷേ ഞാൻ അവിടെ സ്റ്റേ ചെയ്തിരുന്നപ്പോൾ നമ്മൾ 2 പേരുമാണ് എവിടെ പോകുന്നത്, കടയിൽ പോണത്, ഷോപ്പിങ്ങിന് പോണത്, പിന്നെ തുണി എടുക്കാൻ, പിന്നെ നമുക്ക് വന്നിട്ട് കോവിലേക്കൊക്കെ എവിടെ പോകണമെങ്കിലും അവൾ എന്നെയും വിളിച്ചുകൊണ്ട് പോകും. ഞാനായാലും അങ്ങനെയാണ്. ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് ഇപ്പോൾ മാരേജൊക്കെ ആയി, കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റാണ്. അപ്പം അവരകത്ത് ആൾറെഡി പോയി. എൻട്രൻസിൽ നിങ്ങൾ വന്നിട്ട് വിളിച്ചാൽ മതി, ഞാൻ ഈ ടിക്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ ആക്ച്വലി ചെന്നൈയിൽ വരുമ്പോൾ എനിക്ക് ഈ കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടാ. ഫുഡ് നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ച ഫുഡ് പോലെയല്ല, ടോട്ടൽ ഡിഫറെൻ്റാണ്. ഞാനൊക്കെ അവിടെ 3 നേരവും മീനും വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം ഇവരാണ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഫുഡൊക്കെ എനിക്ക് ആവശ്യമുള്ളതുപോലെയൊക്കെ ഉണ്ടാക്കി തരുന്നതൊക്കെ. പിന്നെ അവളങ്ങനെ കൊണ്ടുവന്ന് ടിക്കറ്റൊക്കെ കൊണ്ടുവന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ ഭയങ്കര സന്തോഷം. ഇതാണ് കക്ഷി. നല്ല സ്നേഹവും നല്ല കെയറിങ് ആണ് അവൾ. എന്തുണ്ടെങ്കിലും നമുക്ക് വന്നിട്ട് പറഞ്ഞു തരാം. എന്നെക്കാട്ടിലും ഇളയതാണ്, പക്ഷേ മെച്യൂരിറ്റി ലെവലിൽ അവൾ എന്നെക്കാട്ടിലും ഒരുപാട് മുമ്പിലാണ്. എന്തായാലും ആലോചിച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ലൊരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര കഴിവാണ് പുള്ളിക്ക്. എനിക്കതില്ല. പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ മറന്നു. അവളുടെ കൂടെ ആയിരുന്നു ഫുള്ള്. ഇവിടെ ഏകദേശം 10-50-60 റൈഡൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റില്ല. ഭയങ്കര കൂട്ടമായിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നല്ല പനിയായിരുന്നു. പുള്ളിക്കാരൻ വരണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം നമ്മൾ 2 പേരും കൂടി ആദ്യം ഒരു റൈഡിലേക്ക് കയറിയതാണ്. ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് ഭയങ്കര പേടിയാണ്, എനിക്ക് പേടിയില്ല എന്നുള്ള ഇതിൽ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ റിയാക്ഷനാണ്. ഞാൻ പേടിച്ച് കരഞ്ഞതല്ല, എനിക്കങ്ങനെ കണ്ണിലുള്ള ഐലൈനർ വരന്നതാണ്. അപ്പോൾ പിന്നെ ഫസ്റ്റ് റൈഡിൽ വന്നിട്ട് ഒരു റൈഡിൽ വന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികളെയും കൊണ്ട് കളിച്ചുകൊണ്ട് നടന്നു. അപ്പം നമ്മളൊക്കെ ഓരോരോ റൈഡിലൊക്കെ ഓടി കയറിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അവർക്കൊന്നും റൈഡിലൊന്നും കയറാൻ അത്രയ്ക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അവർക്ക് പേടിയാണ്. അപ്പം നമ്മൾ പഴയ ഗ്യാങ്ങല്ലേ, അപ്പം നമ്മളെല്ലാം അങ്ങനെ നല്ല വൈബിലായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾക്ക് ഈ അന്ന ഊഞ്ചൽ എന്നൊരു സംഭവമുണ്ട്. അന്ന ഊഞ്ചൽ എന്നുള്ള സംഭവത്തിൽ ഞാനും പൂർണ്ണിയുമാണ് അടുത്തടുത്തിരുന്നത്. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞു, അക്ക നാങ്ക இந்த பக்கம் இருக்கிற എங்களுக்கு ഭയം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ 2 പേരും കൂടി 2 സൈഡിലാക്കിയിട്ട് പിള്ളേരെ കൂടെയൊക്കെ ഇരുന്നു. പിന്നെയാണ് നമുക്ക് മെയിൻ പരിപാടി ഫുഡ് അടിക്കൽ. അപ്പോൾ അവർ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ റൈസും റൈത്തയും കൊണ്ടുവന്നു. അത് കണ്ടില്ലേ, എല്ലാവരും കൂടി അങ്ങനെ അവിടെ അകത്ത് തന്നെ അവിടെ ആയിരുന്നു. ഇതെല്ലാം അവരുടെ ഫാമിലിയാണ്, നല്ല രസമുള്ള ഫാമിലിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫാമിലി എന്നെപ്പോലെ തന്നെ പിന്നെ 2-3 പേര് അവരുടെ വീട്ടിൽ തന്നെ റെൻറ്റിനിരുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. കൊച്ചു കുട്ടികളുണ്ട്. എല്ലാവരും അവർക്ക് പെട്ടെന്ന് തന്നെ നല്ല കൂട്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ 2 പേരും കൂടി പിന്നെ കുറേ റൈഡിലൊക്കെ കയറി കുറേ കഥകളൊക്കെ പറഞ്ഞു. നമ്മളുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മൾ ഈ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവിടെയാണ്. അപ്പം ഞാനും അവളും കൂടിയാണ് ഒരു റൂമിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ 24 മണിക്കൂറും കഥ പറയാം. അപ്പോൾ ആൻറ്റി വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇത്രയ്ക്ക് പറയണത്? നമ്മൾ പറയും നമുക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇത് വന്നിട്ട് മറ്റേ ഈ കണ്ണാടി പോലെ ഇരിക്കും. നമ്മൾ വഴി തെറ്റി പോവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് വന്നു. ഇവർ പണ്ടൊക്കെ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഇവളാണ് ഈ പൂർണിയാണ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു തരണതൊക്കെ. ഈ പണ്ട് ഞാൻ അപ്പോൾ കുക്കിംഗ് പഠിച്ചുകൊണ്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ വന്നിട്ട് മാവ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ഇഡ്ഡലി മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അവളുടെ അടുത്ത് ചോദിച്ചു, ഇഡ്ഡലി കുട്ടും കയ്യിൽ വെച്ചിട്ട് അവളുടെ അടുത്ത് ചോദിച്ചു ഇതിൽ എவ்வளவு തണ്ണി ഊത്തണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് 2 സൊമ്പ് ഊത്തണമെന്ന്. അപ്പം ഞാൻ മാവിൽ കൊണ്ടുപോയി 2 സൊമ്പ് തണ്ണി ഊത്തി. അപ്പം എന്നിട്ടാണ് അവൾ പറയുന്നത്, നീ എതുക്ക് മാവിൽ 2 സൊമ്പ് തണ്ണി ഊത്തുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞു. അവൾ പറഞ്ഞാൽ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് 2 സൊമ്പ് തണ്ണി ഊത്താൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് ആര് മാവിൽ ഒഴിക്കാൻ പറഞ്ഞതെന്ന്. അങ്ങനെ ഒരുപാട് മണ്ടത്തനമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ലോണം കുക്ക് ചെയ്യും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആരും അംഗീകരിച്ച് തരില്ല, അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ നമുക്ക് ഉച്ചയായപ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഈ അഡ്വഞ്ചർ ഗെയിമൊക്കെ വിട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പോയി. അപ്പോൾ വെള്ളത്തിൽ കളിച്ചപ്പോൾ എൻ്റെ കുട്ടി ഒരേ വൈബ്. അവൾ വെള്ളത്തിൽ കിട്ടുന്ന അറുമതിക്കായിരുന്നു. നമ്മളെ വിളിച്ചപ്പോഴും വന്നില്ല. പിന്നെ നമ്മൾ കുറേ നേരം കളിച്ചിട്ട് നമ്മൾ റിട്ടേൺ വന്നു തിരിച്ച്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. അവിടെ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ നല്ല പനി കൂടി. നല്ല പനിയാണ്, അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വന്നു. ഞാൻ എല്ലാ ഗെയിമിലൊന്നും കയറിയില്ല, എന്നാലും അവർ പറഞ്ഞു ഇരുന്നു. കണ്ട, ഞാൻ ഇങ്ങേര് കയറിയത് ആകെപ്പാടെ 2 ഗെയിമിലാണ്. അത് നമുക്ക് ഈ ഗെയിം കയറുമ്പോൾ അവർ കയ്യിൽ മാർക്ക് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ കണ്ടില്ലേ, ഒന്നിൽ പോലും കയറിയില്ല. സ്വിമ്മിങ് പൂളിൽ മാത്രം വന്ന് കിടന്ന് കളിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ചേട്ടനാണ്. അപ്പോൾ അങ്ങേരുടെ കയ്യിലും 1 ഉണ്ട്. അത് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത്, വേറെ ഒന്നിലും കയറിയില്ല. അപ്പോൾ ഞാൻ മാത്രമേ കയറിയുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ വന്നപ്പോൾ എനിക്ക് വാങ്ങി തന്നു. അവരൊക്കെ ചായ കുടിച്ചു. പിന്നെ അവിടെ കട കണ്ടപ്പോൾ എൻ്റെ കുട്ടി കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി പറക്കി. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വന്നു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അവരെയൊക്കെ പിന്നെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടും അവരാരും എന്നെ മറന്നിട്ടില്ല. ഞാൻ ഏകദേശം വീട്ടിൽ നിന്ന് പിന്നെ റിട്ടേൺ നാട്ടിലേക്ക് പോയി. പിന്നെയാണ് എൻ്റെ മാരേജൊക്കെ ആയിരുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ വന്നിട്ട് ഒരു 10-12 വർഷം കഴിഞ്ഞു. എന്നിട്ടും ആ ഫാമിലിയിലെ ഒറ്റ ഒരു മനുഷ്യർ പോലും എന്നെ മറന്നിട്ടില്ല. എല്ലാവർക്കും പഴയതുപോലെ തന്നെ സ്നേഹവും അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇന്ന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചിലരെങ്ങനെയാണല്ലേ, നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന കൂട്ടായിരിക്കും. പിന്നെ നമുക്കത് ഭയങ്കര ഒരു ക്ലോസ് സർക്കിളിലാവൂലേ, അതുപോലെയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ്, അവരുടെ വീട്ടിൻ്റെ അടുത്താണ് നമ്മൾ വാടകയ്ക്ക് വീടെടുത്ത് സ്റ്റേ ചെയ്തിട്ടിരുന്നത്. അപ്പം അവരൊക്കെ മതിയാക്കി പോയപ്പോഴാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പേയിങ് ഗസ്റ്റായിട്ട് പോയത്. അത്രയ്ക്കുള്ള പരിചയത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലി പോലെയാണ് അത്രയ്ക്കുള്ള ഒരു ഇതിൽ വന്നത്. താങ്ക് യു.